നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഒരു പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ലതുപോലെ ചൊട്ടിയിട്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേസ്ലിൻ ജെല്ലിനെ കുറിച്ചാണ്. ഇതാണ് ഫേസ്ലിൻ ക്ലിൻഡാമൈസിൻ ആൻഡ് നിക്കോട്ടിനാമൈഡ് ജെൽ. നമ്മുടെ എല്ലാവരുടെയും മുഖത്തിന്റെ പ്രശ്നമാണല്ലേ മുഖക്കുരുവും പിന്നെ അതിനെ തുടർന്ന് ഉണ്ടാകുന്ന ആക്നേസും. ഇത് നമ്മുടെ കോൺഫിഡൻസിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്റെ കസിന് മുഖം നിറച്ചും പിമ്പിൾസ് വന്നിട്ടോ. മുഖം നിറച്ചും പിമ്പിൾസ് മാത്രമല്ല, ആ പിമ്പിൾസ് പോയി കഴിയുമ്പോൾ ആക്നെ മാർക്ക് ഉണ്ടല്ലോ അതും വരുന്നുണ്ട്. പിന്നെ പിമ്പിൾസ് വരുന്നു പോകുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി വന്നിട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് പ്രോബ്ലം എങ്കിൽ ഒരു സ്കിൻ ഡോക്ടറിനെ പോയി എത്രയും വേഗം കാണുക എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഒരു സ്കിൻ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോ ആ സ്കിൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഫേസ്ലിൻ എന്ന് പറയുന്ന ഈ ജെല്ല്. പിന്നെ സ്കിൻ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോ പ്രത്യേകം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടോ, എപ്പോഴാണ് മുഖക്കുരുവിന്റെ പാടുകളും ഉള്ളത് ആ സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗം നിർത്തുകയും വേണം. കാരണം ഇതൊരു ബ്യൂട്ടി പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റോ അങ്ങനെ ഒന്നും അല്ല. ഇത് നമ്മുടെ മുഖക്കുരുവിനും ആക്നേസിനുമുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കുരുക്കൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഉണ്ടാവുന്ന കുരുക്കൾ, ഈ നമ്മുടെ കൈയുടെ അവിടെ, കച്ചത്തിന്റെ അവിടെ, അങ്ങനെ പല പല കുരുക്കളൊക്കെ നമുക്ക് ഉണ്ടാകും അല്ലെ. അങ്ങനെയുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടി പറ്റുന്നും കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു 20 ഗ്രാമിന്റെ ട്യൂബാണ്. 195 രൂപയാണ് വില വരുന്നത്. എന്നിരുന്നാലും ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ, ഇനി ഉപയോഗിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ഇനി എങ്ങനെയാണ് ഫേസ്ലിൻ ജെൽ ഉപയോഗിക്കേണ്ടതെന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. രാവിലെയും രാത്രിയും നല്ലതുപോലെ മുഖം കഴുകിയതിന് ശേഷം നമ്മുടെ ഫേസ്ലിൻ ജെല്ല് എവിടേക്കാണ് നിങ്ങൾക്ക് മുഖക്കുരു അങ്ങനെയുള്ള പാടുകൾ അങ്ങനത്തെ പ്രശ്നമുള്ളത് അവിടെ മാത്രം ജസ്റ്റ് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര മാത്രമേ ഉള്ള ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. എന്റെ കസിന് ഇത് 3 ദിവസം ഉപയോഗിച്ചപ്പോൾ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ പിമ്പിൾസ് ഒക്കെ നല്ലതുപോലെ ചൊട്ടി പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആക്നേസ് ഒക്കെ ഇങ്ങനെ പീൽ ചെയ്തതുപോലെ ഇങ്ങനെ കുറഞ്ഞിട്ട് പീൽ ചെയ്ത് ഒന്ന് പൊടിഞ്ഞതുപോലെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വിശ്വാസം വന്നത് കേട്ടോ. ഇപ്പൊ ആള് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 3 മാസം ആയിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ലതുപോലെ മുഖം ഒന്ന് ക്ലിയർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ആള് ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ. ആഴ്ചയിൽ 4 ദിവസം മാത്രമേ ആള് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ട്യൂബ് ടൈപ്പ് ആയിട്ടാണ് കാണുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ആ ട്യൂബ് ആയിട്ടാണ് കാണുന്നത്. ഉപയോഗിച്ചത് ഇത്രയായിട്ടോ. പിന്നെ അത് കൂടാതെ ഒരു ആക്നെ ഗൈഡും കൂടി ഇവർ തരുന്നുണ്ട് കേട്ടോ. ആക്നേസ് വരാതെ എങ്ങനെ സൂക്ഷിക്കാന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടതെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഗൈഡും കൂടി ഇതിന്റെ ഒപ്പം ഇവര് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ്. ജെൽ ടൈപ്പ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു വാട്ടറി എന്ന് പറയില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആണ് വരുന്നത്. 3 വർഷത്തെ ഷെൽഫ് ലൈഫ് ആണ് വരുന്നത്. മെയിൻ ആയിട്ടും ഇതിന്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ക്ലിൻഡാമൈസിനും നിക്കോട്ടിനാമൈഡും ആണ്. ഇതാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ആക്നേസിനെയും പിമ്പിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. കൂടാതെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന എക്സസീവ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, കൂടുതലായിട്ടുള്ള ഈ സെബം പ്രൊഡക്ഷൻ കാരണം ഉണ്ടാകുന്ന എണ്ണമയം, അതിനെ നല്ലതുപോലെ വലിച്ചെടുക്കാനും ഈ ഫേസ്ലിൻ ജെല്ലിന് കഴിവുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് ഫേസ്ലിൻ ജെല്ല് സഹായിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഫേസ്ലിൻ ജെല്ല് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരുവാണ്, അതായത് ചൊറിച്ചിലോ ബേണിങ് ഇങ്ങനെ പൊള്ളുന്നത് പോലെയോ അല്ലെങ്കിൽ റാഷസ്, റെഡ് കളറിലുള്ള മാർക്കുകളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. എത്രയും വേഗം ഒരു സ്കിൻ ഡോക്ടറിനെ കാണുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഫേസ്ലിൻ ജെൽ ഉപയോഗിച്ചിട്ടുണ്ടായിട്ടുള്ള റിസൾട്ടുകളും കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയർ ബൈ.